നേഴ്സിംഗ് പഠന കാലഘട്ടം പൊതുവെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും എത്ര പേർക്ക് ഞങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അന്നത്തെ കഥയുടെ ബാക്കിയെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 6 മണിയോട് കൂടി ഞങ്ങൾക്ക് പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജൂനിയേഴ്സാണ്, ഞങ്ങൾ തൊട്ട് സീനിയേഴ്സ് എന്ന് പറയുന്നവരും അപ്പം ഞങ്ങൾ ജൂനിയേഴ്സ് തന്നെയാണ്. കാരണം ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സീനിയേഴ്സ് ആവുള്ളൂ. അപ്പോൾ അവർ ഞങ്ങളെ പോലെ തന്നെ ഷോളൊക്കെ മടക്കി കെട്ടി പുട്ടപ്പ് ചെയ്ത് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിനെ തിരിച്ചറിയാനുള്ള ഒരു ആകെയുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഷോളും പുട്ടപ്പുമാണ്. ആകെപ്പാടെ ജൂനിയേഴ്സ് മാത്രമേ പ്രെയർ മീറ്റിംഗ് ഉള്ളൂ. അതായത് ഞങ്ങൾ തൊട്ട് സീനിയേഴ്സ്, ബാക്കി സീനിയേഴ്സ് എല്ലാം ആരും പ്രെയർ മീറ്റിംഗ് ഒന്നും വരത്തില്ല. അപ്പം അവിടെ പ്രെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ പ്രെയർ ചൊല്ലിക്കൊടുക്കുന്നു, ബാക്കി എല്ലാവരും എഴുതി ചൊല്ലുന്നു. എല്ലാവരുടെ കയ്യിലും പ്രെയർ ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. നമ്മൾ ഒരു നോട്ടിൽ പ്രെയർ എഴുതി വെച്ചാൽ അതിൽ നോക്കി ചൊല്ലണം. അപ്പം ഫസ്റ്റ് ഡേ ഞങ്ങളെല്ലാം താഴെ പോയി നിന്ന് വേണ്ടി നിൽക്കുന്നു. സീനിയേഴ്സ് ഒന്നും വന്ന് നിൽപ്പില്ല പ്രെയറിന്. പക്ഷേ ഞങ്ങൾ വന്ന ദിവസം ആയതുകൊണ്ട് സീനിയേഴ്സ് എല്ലാം എല്ലാ ഫ്ലോറിലും വരാതെ കൂടെ നിൽക്കുക, താഴോട്ട് നോക്കിക്കൊണ്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് പിടിക്കുന്നുണ്ടെന്നൊക്കെ. എന്നിട്ട് അവരവിടുന്ന് നമ്മൾ ബുക്കിൽ നോക്കി നിൽക്കണം. അവർ ഷോളിൽ തൊട്ടാലോ തിരിഞ്ഞാലോ മറിഞ്ഞാലോ എങ്ങനെ നിന്നാലും സംസാരിച്ചാലൊക്കെ അവർ മോളിൽ നിന്ന് വിളിക്കും. ആ ചുമന്ന ഷോൾ അവിടെ എന്തെടുക്കുക, പച്ച ഷോളിന് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്, ആ കണ്ണാടി വെച്ചവൾ എന്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടോ, അങ്ങനെ ഇങ്ങനെ മോളിൽ നിന്ന് സൈഡിൽ നിന്ന് ബാക്കിൽ നിന്നൊക്കെ ആയിട്ട് ഇവരിങ്ങനെ വിളിച്ച് പറഞ്ഞിരിക്കും. നമ്മളിങ്ങനെ കിടക്കിടക്കിടാ വിറച്ചാണ് നിൽക്കുന്നത്. ഓരോ ഷോളിൻ്റെ കളറൊക്കെ വിളിക്കുമ്പോഴേ നമ്മൾ നമ്മുടെ ഷോളിലോട്ട് നോക്കും. നമ്മളാണ് വിളിക്കുന്നത്, ദൈവമേ നമ്മളെ ആകരുത് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും. കാരണം വെള്ള ഷോളിട്ടും പച്ച ഷോളിട്ടും ഒരുപാട് പിള്ളേരുണ്ടാവുമല്ലോ. അപ്പോൾ ആരെയാണ് വിളിക്കുന്നത്, എന്താ അവർ ഉദ്ദേശിക്കുന്നത്, ഇത് കഴിയുമ്പോൾ അവരെന്തെങ്കിലും നമ്മൾ ചെയ്യുമോ എന്നൊക്കെയുള്ള ഭയങ്കര